എയിംസ് വരുന്നതിനെ സംബന്ധിച്ച് ഇതുവരെ എവിടെയായിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തർക്കവും തീരാതെ പോവുകയാണ്. ഒരു തർക്കമുണ്ടായി അത് തീരാതെ ഇങ്ങനെ പോവുകയാണ്. വിവാദമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും തൃശ്ശൂരിൽ ചാലക്കുടി ഭാഗത്ത് നടന്ന ഒരു മീറ്റിങ്ങിൽ സുരേഷ് ഗോപി പറഞ്ഞു, അവിടെ ചാലക്കുടിയിൽ പങ്കെടുത്ത MLAയും ആളുകളും പറഞ്ഞു കൊരട്ടിയിൽ വേണം എയിംസ്, തൃശ്ശൂർ ജില്ലയിൽ വേണം എന്നൊരു അഭിപ്രായം വെച്ചു. പക്ഷെ അത് പറ്റില്ല, അത് ആലപ്പുഴയ്ക്കാണ് കൊടുക്കേണ്ടത്, ആലപ്പുഴ വളരെ പിന്നോക്കമായ ജില്ലയാണ്, ആലപ്പുഴയ്ക്കാണ് കൊടുക്കേണ്ടതെന്ന് സുരേഷ് ഗോപി ആവർത്തിച്ചു. ഈ ആലപ്പുഴയും സുരേഷ് ഗോപിയായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ സുരേഷ് ഗോപി പലവട്ടം ആലപ്പുഴയ്ക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 10ഓളം സ്ഥലങ്ങളാണ് കേന്ദ്ര സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. അതായത് കോഴിക്കോട് ജില്ലയിൽ കിനാലൂരുണ്ട്, തൃശ്ശൂരിലെ കൊരട്ടിയുണ്ട്, തിരുവനന്തപുരത്തെ കാട്ടാക്കടയുണ്ട്, എല്ലാം കായാണ് കേട്ടോ. ആലപ്പുഴയുണ്ട്. അങ്ങനെ 10ഓളം 4-5 ജില്ലകളിലായി 10 സ്ഥലങ്ങൾ എയിംസിന് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ കേന്ദ്ര എയിംസ് സംഘം വരണം, അവർ പഠനം നടത്തണം, ക്ലിയറൻസ് കിട്ടണം, പിന്നെ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, കുറേ പ്രോസസ്സുണ്ട്. എന്തായാലും എയിംസ് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ അത് എവിടെയാണ് വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചർച്ച നടക്കുകയാണ്. 9 പ്രദേശങ്ങളുടെ 10 ഇല്ല 9 പ്രദേശങ്ങളുടെ പരിഗണന പട്ടികയാണ് കേരളത്തിൽ നിന്ന് നൽകിയിട്ടുള്ളത്. അതിൽ സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിലെ സ്ഥലങ്ങളൊന്നുമില്ല. തൃശ്ശൂർ മണ്ഡലത്തിലെ 7 MLA ഒരാൾ പോലും ഇതിനായി ആവശ്യം ഉന്നയിച്ചില്ല എന്നും സുരേഷ് ഗോപി ഒരു പരാതി പോലെ പറഞ്ഞു. ചാലക്കുടി മണ്ഡലത്തിൽ എയിംസ് സ്ഥാപിക്കാൻ അവിടെ ആവശ്യപ്പെടാൻ ബെന്നി ബെഹനാൻ MPയും സനീഷ് കുമാർ ജോസഫ് ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ആതിരപ്പള്ളി ടൂറിസം മേഖലയുടെ വികസനത്തിന് പദ്ധതി സംസ്ഥാന സർക്കാർ സമർപ്പിച്ചാൽ തുക അനുവദിക്കാമെന്നും സുരേഷ് ഗോപി സമ്മതിച്ചിട്ടുണ്ട്. ചാലക്കുടി സ്റ്റേഷനെ അമൃത് ഭാരതി പദ്ധതി ഉൾപ്പെടുത്തി MP ബെന്നി ബെഹനാൻ ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ തൻ്റെ ലോക്സഭാ മണ്ഡലത്തിലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു MLA പോലും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇരിങ്ങാലക്കുട പുതുക്കാട് സ്റ്റേഷനിൽ അമൃത് ഭാരതി പദ്ധതി ഉൾപ്പെടുത്തി വികസിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും വളരെ വലിയ തോതിലുള്ള ഒരു വികസന സന്ദേശം കൊടുക്കുന്നുണ്ട്. പക്ഷെ വികസന സന്ദേശം കൊടുക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപി ആലപ്പുഴയിലേക്കാണ് എയിംസിന് നിർദ്ദേശം അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഡൽഹിയിൽ ഉണ്ടാകുമോ നമുക്കറിയില്ല, കാരണം സ്വാഭാവികമായിട്ട് സ്വാധീനം ഉണ്ടാവാം. പക്ഷേ കോഴിക്കോടിന് വേണ്ടിയും സമ്മർദ്ദമുണ്ട്, തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് സമ്മർദ്ദം, പിന്നെ ശശി തരൂർ MPയുടെ സമ്മർദ്ദമുണ്ട്. അപ്പോൾ പല ആളുകളും വിവിധ തരത്തിൽ സമ്മർദ്ദപ്പെടുത്തുന്നു. എന്തായാലും കുറേ വർഷങ്ങളായി കേൾക്കുന്നൊരു വാക്കാണ് പുലി വരുന്നേ എന്ന് പറയുന്ന പോലെ എയിംസ് വരുന്നു. ഇനിയിപ്പോൾ വരുമ്പോൾ അതെവിടെയാണ്, ഏത് ജില്ലയിലാണ്, ആരാണ് കോളടിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ പ്രതിനിധി സംഘം വന്ന് പഠനം നടത്തിയതിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത്.